ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് കുട്ടിയോട് കാണിച്ച ക്രൂരമർദ്ദനങ്ങൾ വിവരിച്ച ബന്ധുക്കൾ. കഴിഞ്ഞ ഒരു വർഷമായി കുട്ടിയെ ഇയാൾ നിരന്തരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മാതാവും വല്യമ്മയും ബന്ധുക്കളും പറയുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫാത്തിമ നസ്രിന്റെ മരണത്തോടെ പുറത്തു വരുന്നത്. വെറും 2.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് ക്രൂരമായ പീഡനങ്ങൾക്കാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇരയായത്. ക്രൂരമായ മർദ്ദനം മൂലം ശരീരത്തിലുണ്ടായ മുറിവുകളാണ് മരണകാരണമെന്ന് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പേരക്കുട്ടിയുടെ മരണവാർത്തയിൽ നെഞ്ചു പൊട്ടി കരയുകയാണ് കുട്ടിയുടെ വല്യമ്മ റംലത്ത്. ഞാൻ 18 വയസ്സുവരെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് പലവട്ടം ഫായിസിനോട് പറഞ്ഞതാണ്. ഇതിന് 2 പ്രാവശ്യം തന്നെ ഫായിസ് മർദ്ദിച്ചുവെന്നും ഇവർ പറഞ്ഞു. ഇവളെ ഞാൻ അവിടെ പോലീസുകാർ പറഞ്ഞിട്ട് കൊണ്ടാക്കി തന്നെ ഓളെ തലക്കൊക്കെ അടിച്ച് എന്നിട്ട് ഇവിടൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഒരു പുറത്തൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് കുട്ടിനെ റൂമൊക്കെ എടുത്തുങ്ങാണ്ട് അവൻ്റെ പെങ്ങള് വേറെ ഒരാളെ കൂട്ടത്തില് ഇവളും പായസും ഒരു കൂട്ടത്തില് കടന്നുങ്ങാണ്ട് ഓല് അങ്ങനെ ആക്കി. എന്നിട്ട് പിന്നെ ഇവിടെ കൊടുങ്ങാണ്ട് റോട്ടിൽ വിട്ട്. എന്നിട്ട് ഞാൻ ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ ഇവനോട് ചോദിച്ചു, എന്തിനാ കുട്ടീനെ ഇവിടെ തച്ചത് ചോദിച്ചു. അതിൽ ഓൻ എന്നെ അവിടെ ഇട്ട് തച്ചു, അവന്റെ വീട്ടിലിട്ട് തച്ച്. എന്നിട്ട് പെങ്ങളും ഓനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന്. പിന്നെ ഒരു ദിവസം ഓന് ഇവിടെ വന്നിട്ട് അപ്പൊ ഞാൻ ചെലവിന് കൊടുക്കണ വർത്താനം വേണം. അതിന് ഓനിഞ്ഞ ഇവിടെ ഇട്ടുങ്ങാണ്ട് അടിച്ച് ഉന്തിയൊക്കെ ചെയ്ത് എന്നിട്ട് ഓന് നമ്മൾ ധിക്കരിച്ചുകൊണ്ട് നമ്മളെ ഉള്ളിൽ കയറി. ഓന് നിക്കാവ് കഴിഞ്ഞതിന്റെ ദിവസം ഇവിടെ വരും. ഓന് ഇങ്ങനെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, അങ്ങനെ നടക്കും. ഒരു കൊല്ലം 2.5 വയസ്സായല്ലേ. ആ കുട്ടീനും ഓനക്ക് ഇഷ്ടല്ല, ചുരുക്കത്തില് ആ കുട്ടീനും ഓന് ഇഷ്ടല്ല. ആ കുട്ടീനെ ഇവിടുന്ന് ഓന് പിന്നെ ഉന്തുക തള്ള. ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ഇജ്ജ് കുട്ടീനെ കാട്ടണ്ട, അനക്ക് വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് 18 വയസ്സായിട്ട് അനക്ക് വേണമെങ്കിൽ കുട്ടി വലിയതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ കുട്ടി ഇവിടെ തന്നെ ജീവിച്ചോട്ടെ ഓന് പറഞ്ഞതാണ്. അപ്പൊ ഓന് ഭീഷണി, ഞങ്ങളെ കൊല്ലുന്ന് പറഞ്ഞാണ്ട് ഭീഷണിയാണ്. ഇവിടെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ പോകുന്നു. ഓന് ഓരോ അടയാളങ്ങൾ വെച്ച് തോക്ക് വെച്ചിട്ടും വേറെ വെച്ചിട്ടും ഞങ്ങൾ ഭീഷണിപ്പെടുത്തും. ഇതിന്റെ ഉള്ളിൽ ഈ ഷെഡിൽ നിങ്ങൾ കടന്നുറങ്ങാൻ ഞാൻ അയക്കൂല, എന്നെ കൊന്നിട്ടുള്ളൂ ഞാൻ ജയിലിലേക്ക് പോകുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും. കുട്ടിക്ക് ഇതിന് പേടിയാണ്. എന്നിട്ട് ഞങ്ങൾ ഇതിലൊക്കെ പോയി ഇങ്ങോട്ട് കടക്കുക ചെയ്തു, ഞങ്ങൾ പേടിച്ചിട്ട്. കുട്ടിയെ ബലമായി ഫൈസ് കൊണ്ടുപോകുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കൊല്ലുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി എന്റെ കുട്ടി മർദ്ദനം ഏറ്റുവാങ്ങുകയായിരുന്നു. കാളികാവ് പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ല. വനിതാ പോലീസുകാരിൽ നിന്ന് പോലും തന്റെ മകൾക്കും 2.5 വയസ്സുകാരി മോൾക്കും നീതി കിട്ടിയില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു. ഭർത്താവും അവരുടെ മാതാവും സഹോദരിയും തന്നെയും കുട്ടിയെയും നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുട്ടിയുടെ മാതാവും പറയുന്നു. അവളെ നാത്തൂന് പറഞ്ഞ് എടി ഇങ്ങോട്ട് വാവ് തന്നെ ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഓളെ ഉപദ്രവിച്ചു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓളെ നല്ല ഉപദ്രവിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓളെ നാത്തൂനും ഓളെ ഉമ്മയും ഒക്കെ അതേപോലെ തന്നെയാണ് ഇവിടെയും കുട്ടീനെ ഉപദ്രവിച്ചിരിക്കുന്നത്. 6 മാസമായിട്ടുള്ള പ്രസവം കഴിഞ്ഞിട്ട് ഓപ്പറേഷനാണ്. ആ കുട്ടീനെ ഈ കോലത്തിൽ എടി ഇങ്ങോട്ട് വാവടി അന്നെ ഞാൻ കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനി. അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെന്ത് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു? നമ്മളോട് ഓല് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തോ? എവിടെ പോലീസില്? നമ്മൾ കാളിയാവിലും ചെല്ലാൻ പറയുമ്പോ ഒരു പറയും കാളിയാവ് പോവാന്. കാളിയാവ് ചെല്ലുമ്പോ പറയും പൂക്കോട്ടുംപാടം, നിങ്ങൾ സ്റ്റേഷന് പൂക്കോട്ടുംപാടാണ്. നമുക്ക് എവിടെയില്ല, ഏത് സ്റ്റേഷനും ഇല്ല. ഏത് സ്റ്റേഷൻ ചെന്നാലും ഞാൻ ചോദിച്ച് പൂക്കോട്ടുംപാട് ഞാൻ ചോദിച്ച് പിന്നെ എനിക്ക് ഏതാ സ്റ്റേഷന് അത് പറഞ്ഞു തരി, നിങ്ങൾ അവിടേക്ക് ഇവിടേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് പോലെ അവിടുന്ന് ലാസ്റ്റ് പോലെ പറഞ്ഞ് ഈ കേസ് ശാപാനത്തിന്റെ കേസും കൊണ്ട് ഇതിക്ക് ഈ സ്റ്റേഷനിക്ക് വരണ്ടാന്ന്. അതാരാ പറഞ്ഞു? വനിതാ പോലീസ്. എവിടെ? ഏത് സ്റ്റേഷനിലാണ്? പൂക്കോട്ടുംപാടം സ്റ്റേഷന്.
അതിന്റെ മുന്നൊരു വനിതാ പോലീസ് അതേമാതിരി തന്നെ പോടി പുറത്തേക്ക് പോന്നാണ്ട് ഇന്നെ പുറത്താക്കി. ഓല് നമ്മളോട് പറയാൻ പറ്റാത്ത വാക്കുകളെ ഓല് പറയണത്. ഓല് നമ്മളെ സഹകരിച്ചല്ല എടുക്കണില്ല ചുരുക്കം ആക്ഷൻ അത് എടുക്കണില്ല. കാരണം ഇവര് പറഞ്ഞാലും ഒന്നും ഒരു സ്വീകരിക്കില്ല. കാരണം ആണുങ്ങളില്ലല്ലോ പറയാൻ. ഓലിക്ക് വരുമ്പോ ഒരു മധ്യസ്ഥക്കാരൻ വരും. കാലാവിലായാലും പൂക്കോട്ടുംപാടത്തായാലും ഇതിച്ചങ്ങളെ പുറത്താക്കാം. അതല്ലല്ലോ നിയമത്തിന്റെ വഴിക്ക് പോകണം. ഞാനും ഈ കുട്ടി മാത്രമേ സ്റ്റേഷനിക്ക് പോണുള്ളൂ. ഓല് കൂട്ടത്തിൽ ഓല് പാർട്ടി ഒരു ആളുണ്ട്, അതിനും വിളിച്ചിട്ട് ഓല് വരും, അപ്പം വരും. ഈസ്റ്റ് ലൈവ് കാളികാവ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.